ഇങ്ങനെ അടിക്കുകയാണ് ലേസർ. അപ്പം നമ്മൾ ദോശക്കല്ലിലുള്ള ചൂട് എൻ്റെ തലയിലാണ്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പുതിയ പുതിയ ടെക്നോളജികളാണ് ഇവന്മാർ. നമ്മൾ ദോശക്കല്ല് ചൂടാവുന്നതനുസരിച്ച് നമ്മുടെ തല ചൂടാവും. ഇങ്ങനെ പല പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. അതുപോലെ എന്തോ ഇങ്ങനെ തലയുടെ ഈ ഈ മണ്ടഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സൈഡല്ല, അവിടോട്ടാണ് ഇങ്ങനെ, മനസ്സിലായില്ലേ? ഇങ്ങനെ പല പല വേലകളാണ് ഇവന്മാരുടെ കയ്യിൽ. എൻ്റെ അമ്മയ്ക്കും പെടലി ഇതുപോലെ, എനിക്കും പെടലിക്ക് രണ്ടുപേർക്കും ഒരേപോലെ പെടലി തല എല്ലാം കൂടി ഇങ്ങനെ ഇതാക്കുന്ന. എൻ്റെ അമ്മ അങ്ങനെ കിടക്കുകയാണ്. നമുക്ക് നമ്മൾ ഇതാണ് കുഴപ്പമില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് 88 വയസ്സുണ്ട്. അവരുടെ മണ്ടയ്ക്കോട്ടും കൂടി ഇതാണ് അടയ്ക്കുന്നത്. പലപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്തെ ലേസർ അടിച്ചുള്ള പാടുകൾ. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കറപ്പിച്ച് വെക്കുന്ന പാടുകൾ. കണ്ടാൽ അറിയാതല്ല, മനസ്സിലായില്ലേ? എൻ്റെ കയ്യിൽ എല്ലാ ഫോട്ടോസും ഉണ്ട്. എൻ്റെ അമ്മയുടെ കറക്റ്റ് ഇപ്പം വന്നു കഴിഞ്ഞതിന് ശേഷം എടുത്ത ഫോട്ടോസും ലേസർ അടിച്ച് കഴിയുമ്പോൾ ഉള്ള ഫോട്ടോസും എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോന്നിയാസം കാണിക്കുന്നതിൻ്റെ നല്ല ശരിക്കുള്ള ഡിഫറൻസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായില്ലയോ? എൻ്റെ അമ്മയാണ് ഒരു കുഴപ്പമില്ലായിരുന്നു ഇന്നലെ, ഒരു കുഴപ്പമില്ലല്ലോ. മിനിയാന്നിൽ അവിടെ വരെ നടന്നു വന്നു. ഇന്നലെ ഇവിടെ എല്ലാം ജോലി ചെയ്തായിരുന്നു. ഇവിടെ എല്ലാം ചെടിക്ക് വെള്ളം ഒഴിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ പല ജോലികൾ ചെയ്യുന്ന ആളാണ്. ഇവിടെയൊക്കെ തൂക്കുക, വയ്ക്കുക, ഒരു ശകലം അടങ്ങിയിരിക്കാത്ത ഒരു കുഴപ്പമുള്ള ആളല്ല. ഇവർ ഇങ്ങനെ കൈഫോഴ്സസ് ഇച്ചിരി ഇങ്ങനെ ടിൽട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പൈനൽ കോഡ് ആക്ച്വലി. അപ്പോൾ ഇച്ചിരി ഒരു ടിൽട്ട് വന്നിട്ടുണ്ട് ആളുടെ ഇത് ഞാനിവിടുന്ന് 2022 പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നതാണ്. അത്രയ്ക്ക് സ്പീഡിലാണ് ഇവരിങ്ങനെ അടിച്ചടിച്ച് ടിൽറ്റ് ഉണ്ടാക്കിയത്, മനസ്സിലായില്ലേ? അപ്പം സ്കോളിയോസിസ് പോലെ ഇങ്ങനെ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ കൈഫോസിസ്, സ്കോളിയോസിസ് ഇതൊക്കെ അതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഈ സ്പൈനൽ കോഡിൻ്റെ ടിൽട്ടാണ്, എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മുടെ എൻ്റെ അമ്മയുടെ ഇത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇവന്മാർക്ക്. വെറും നിസ്സാര ദിവസങ്ങൾ കൊണ്ട് ഇവന്മാർ അടിച്ച് ശരിയാക്കും. സൗണ്ടൊക്കെ വെച്ചാണ് ഇവന്മാർ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? സൗണ്ട് കൊണ്ടിങ്ങനെ സൗണ്ട് വൈബ്രേഷൻസ് കൊണ്ടൊക്കെയാണ് ഇവന്മാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2022 നമ്മൾ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, നേരെയാണ്. അപ്പം ഇതെല്ലാം അതുപോലെ നമ്മൾ ലേസർ അടിക്കുന്നതും ലേസർ അടിക്കാതെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖവും എല്ലാം നമ്മുടെ ഈ കറക്റ്റായിട്ട് കയ്യിലുണ്ട്. എല്ലാ പരിപാടികളും നമ്മുടെ കയ്യിലുണ്ട് ഇതാക്കാനുള്ള. ഇവിടെയൊക്കെ വന്നിങ്ങനെ ഏത് അവന്മാരെ ഇരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ കുറേ അവന്മാർ ഇങ്ങനെ വന്നിരിക്കുക, പമ്മി കയറി ഇരിക്കുക, ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഈ ഫോണും പിടിച്ച് കുറേ അവളുമാരും ഇവന്മാരും ഇങ്ങനെ രാവിലെ ഇങ്ങനെ എത്തും. ഇതൊക്കെയാണ് ഇവിടുമാരുടെ പരിപാടി. രാവിലെ ഇങ്ങനെ എത്തുക, ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിപ്പാണ് ഇവിടുമാർക്ക്. ഒരുത്തി കൊണ്ടൊരു തുമ്പി എന്ന് പറയുന്നവൾ ഇതിനകത്ത് വന്ന് ഇരിപ്പുണ്ടായിരിക്കും. അവളിങ്ങനെ ഫോണ് നിരന്തരം ഉപയോഗിക്കുകയാണ്. പിന്നെ കുറേ 2-3 വർക്കേഴ്സ് കയറി ഇതിനകത്ത്. നമുക്ക് ഇവിടെ ഒന്നും വർക്ക് ചെയ്യേണ്ട ഒരു അവന്മാരും വരുന്നില്ല. വർക്കേഴ്സ് വർക്ക് ചെയ്യാനാണ് വരുന്നത്, അല്ലാതെ ഇവിടെ സംബന്ധ കഥകൾ ഉണ്ടാക്കണം. ഇവിടുമാർക്ക് പല പല കഥകൾ ഉണ്ടാക്കണം. നമ്മളെ ട്രാപ്പ് ചെയ്യണം, നമ്മുടെ സ്വത്ത് മുതലൊക്കെ അടിച്ചു മാറ്റണം. ഇങ്ങനെ നടക്കുക കുറേ ഇവിടുമാർക്ക് നല്ല പരിചയമാണ്. സ്വത്ത് മുതലൊക്കെ കണ്ടവരൊക്കെ അടിച്ചു മാറ്റി നല്ല തഴക്കവും പഴക്കവും വന്ന കുറേ ഇവിടുമാർ ഇങ്ങനെ നടക്കുക. കണ്ടവൻ്റെ സ്വത്തും മുതലൊക്കെ അടിച്ചു മാറ്റി ഇങ്ങനെ നടപ്പാ ജോലി. ഇങ്ങനെ നല്ല ശരിക്കും എൻ്റെ അമ്മയുടെ മുഖത്തിൻ്റെ എല്ലാ ഡിഫറൻസും നമ്മുടെ കയ്യിലുണ്ട്. ലേസർ അടിക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഉള്ള എല്ലാ ഫോട്ടോസും നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലയോ? അതിൽ നിന്നൊക്കെ നല്ലപോലെ മനസ്സിലാവും. ഇതാണ് എൻ്റെ വീട്. ഇപ്പം സമയമെന്ന് പറയുന്നത് 8:52. ഇന്ന് മാർച്ച് 11. ഇവിടെ ഒന്നും ഒരവനും ഇല്ല. എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അത് കണ്ടവനെ ഒന്നും ഇവിടെ കയറ്റി വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ഏതോ ഇവിടെ കുരുടന്മാരെ ഒന്നും ഇവിടെ കയറ്റത്തേയില്ല. കുരുടന് ഒരു സൽപ്പകവല്ലി എന്ന് പറയുന്ന അവിടെ വീട്ടിലെ ഒരു കുരുടൻ വന്നേക്കുന്നത്. ഇവിടെ ഒന്നും അല്ല കുരുടൻ. ഇത് സാധേ പണിക്കാരുടെ വീടാണ്. ഒരു കുരുടനെ അല്ല, 6 അടി ഏകദേശം 6.25 അടിയോളം പൊക്കമുള്ള ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. മരിച്ചുപോയി. അല്ലാതെ കുരുടനെ ഒന്നും ഇവിടെ കയറ്റി വെച്ചിട്ടേ ഇല്ല ഞങ്ങൾ, മനസ്സിലായില്ലേ? വേറെ കുരുടന്മാരൊന്നും ഇവിടെ ഒന്നും ആരുമില്ല. ഇവ ഏതോ ഒരു സൽപ്പകവല്ലി എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകിലൊരുത്തിയുണ്ട്. അവളൊരുത്തനെ പിടിച്ചുകൊണ്ട് വന്ന ഒരു മലപ്പുറംകാരനെ എന്തോ ഒരു ചെരുപ്പ് കുത്തി കണിയാൻ, അവനാണ് കുരുടൻ. അല്ലാതെ ഇവിടെ ഒന്നും ഒരു കുരുടന്മാരും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും കുരുടനെ കണ്ടുവിടാൻ കാണാം. ഞാൻ എപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ, നിരന്തരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയും ഞാനും കൂടെ ഉള്ളതാണ്. പിന്നെ ഭയങ്കര പല പരിപാടികളാണ്. നമ്മുടെ എന്താണ് വൈഫൈ വീക്കാക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര വേലകളാണ്. ഞാനതെല്ലാം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം സഹിതം നമ്മുടെ ഇന്നലെ രാത്രിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വിത്തിൻ 1 മിനിറ്റ് പോലും വേണ്ട സത്യത്തിൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ, ഒരു ഫുട്ടേജ് ഡൗൺലോഡ് ചെയ്യാൻ 10 മിനിറ്റും 11 മിനിറ്റും ഒക്കെ ഉള്ള നമ്മളിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം നിമിഷ നേരം കൊണ്ട് ചിലപ്പം ഇതാവും നമ്മൾ ഉറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. വേറെ വേല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡൗൺലോഡ് ചെയ്തും 5-6 മിനിറ്റൊക്കെ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളങ്ങ് ഉറങ്ങിപ്പോകണം ഇത് അപ്ലോഡ് ചെയ്യാൻ. അപ്പം അത് നടക്കരുത്, നമ്മൾ അപ്ലോഡ് ചെയ്യരുത്. ഇതുള്ള ഉദ്ദേശത്തോടെയാണ് ഇവന്മാർ ഇത് വീക്കാക്കി, നമ്മുടെ സിഗ്നൽസ് വീക്കാക്കുക. പല പരിപാടികളാണ് ഇവന്മാർക്കുള്ളത്. ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുക. പല സൈബർ ആക്ടിവിറ്റീവായിട്ട് സൈബർ
ക്രൈമും നടത്തി ഇങ്ങനെ അങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടപ്പാം. ഇമ്പേഴ്സോണേഷൻ എന്ന് വേണ്ട പല പല പരിപാടികൾ ഇവന്മാർക്കും ഉള്ളത്. ഇമ്പേഴ്സണേഷൻ, ഇങ്ങനെ ആൾമാറാട്ടം എന്ന് വേണ്ട പല പരിപാടികളാണ് ഇവന്മാർക്കും ഉള്ളത്. നാണോ മാനോ എന്ന് പറയുന്നതൊന്നുമില്ല. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. പിന്നെ കോമ്പൻസേഷൻ, കോമ്പൻസേഷൻ നടക്കുക, ബ്രേക്കപ്പ് കോമ്പൻസേഷൻ ഉണ്ടാക്കാൻ നടക്കുക ഇവളുമാരെല്ലാം. ബ്രേക്കപ്പ് കോമ്പൻസേഷൻ, അങ്ങനെ പല പല കോമ്പൻസേഷൻ നടക്കുക. ഇങ്ങനെ കോമ്പൻസേഷനൊക്കെ അടിച്ചിങ്ങനെ നടക്കുക. പിന്നെ നമ്മുടെ മുഖം ഇങ്ങനെ വീർപ്പിക്കാനായിട്ട് കിഡ്നിയുടെ ഇവിടോട്ട് ഇങ്ങനെ അടിക്കുക ലേസർ, എന്നിട്ട് വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ വീർപ്പിക്കുക. ഇങ്ങനെ പല പല പരിപാടികളാണ്. ഫോണും ഇങ്ങനെ പണിക്കാർക്ക് പിന്നെ ഫോൺ അപ്പുറത്ത് ഇവിടെ വരുന്ന പണിക്കാർക്ക് ഫോണിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇവന്മാർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇതാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ വിത്തിൻ സെക്കൻഡ്സ് അത് ഓഫാവും. ഇവന്മാരുടെയൊക്കെ സ്ക്രീൻ എന്ന് പറയുന്നത് ഓഫ് ആവത്തില്ല. ഇങ്ങനെ എത്രയോ മിനിറ്റിനും ഓണായ ഓഫാവാത്ത രീതിയിലൊക്കെയാണ് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓണായിരുന്നാൽ ഇവരെന്തോ ആപ്പ് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഈ ഫോൺ ഇങ്ങനെ ഓണായിരുന്നാൽ ഇതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്ത് ഏതൊക്കെയാണുണ്ടോ സൈബർ സെല്ലുകാർക്കൊക്കെ മനസ്സിലാവും. ഇത് ടെക്നോളജിയൊക്കെ അറിയാവുന്നവർക്ക്, നല്ലപോലെ നോക്കുന്നവർക്ക് അറിയാം ഈ ഫോൺ ഇങ്ങനെ ആരാണ് ഇത് ഏത് ആപ്പാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണിത് എന്നൊക്കെ ഉള്ളതെല്ലാം ഇങ്ങനെ അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊന്നും അറിയാൻ പറ്റാതിരിക്കാനുള്ള ഇതൊന്നുമല്ല, എല്ലാവർക്കും അറിയാൻ പറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം വാട്സപ്പ് സിമ്മിൻ്റെ ഇപ്പം ഓരോരോ എന്താണ് പറയുന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് അറിയാം. വാട്സപ്പ് കോപ്പി ചെയ്യുന്നുണ്ടെന്നും പല പല രീതികളുണ്ടെന്നുള്ളതും അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പ് സിമ്മിൻ്റെ തന്നെ വാട്സപ്പ് ആ ഫോണിൽ വേണം എന്നൊക്കെ ഉള്ളതാക്കിയേക്കുന്നത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ എത്രയോ എപ്പോഴും വെരിഫിക്കേഷൻ വരിക അതൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം ഇതൊക്കെയാണ് പരിപാടികൾ. അല്ലെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കണം, വെരിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കുറേ കള്ളരുണ്ടെന്നുള്ളത് മൂത്ത് കള്ളരാണ്. ഇങ്ങനെ നടക്കുക, ഒരു നാണോ മാനോ ഇല്ലാതെ അങ്ങ് ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുക, ഒരു നാണോ മാനോ ഇല്ല.